അല്ലെങ്കിൽ ഒരു യാത്രക്കൊരുങ്ങുമ്പോൾ കഴിഞ്ഞ വെച്ചപ്പോൾ കറണ്ടിൻ്റെ ബില്ല് നമുക്ക് അടക്കാൻ വൈകി, ഇങ്ങനെയൊക്കെ പറയണ ചില ആളുകളുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഒരു ഡിസോർഡർ മാത്രമൊന്നുമല്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ആദ്യമായി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി കൊണ്ടുപോയിട്ട് വല്യപ്പാക്ക് കൊടുക്കണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആദ്യം പോയി വല്യപ്പാൻ്റെ അടുത്ത് പറയണം. എന്താ ഈ കുട്ടികളോട് കാട്ടിച്ചത്, ആകെ കൂടെ വാരി വലിച്ചിട്ടുകയാണല്ലോ എന്നൊരു ഡയലോഗ് വന്നു കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ കുളിർത്തന്നലായി പീസ് റേഡിയോ സ്നേഹക്കൂട് അതിൻ്റെ യാത്ര തുടരുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ചില ബാക്കി കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. വലിയ സന്തോഷമുള്ള മറ്റൊരു കാര്യം, താജുക്ക, ഇതിൻ്റെ വീഡിയോ കണ്ട പല ആളുകളും അതോടൊപ്പം പീസ് റേഡിയോയിലൂടെ കേട്ട ആളുകളുമൊക്കെ ധാരാളം ഫീഡ്ബാക്കുകൾ പറഞ്ഞു എന്നുള്ളതാണ്. അത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞ ആളുകൾക്കൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അള്ളാഹു അവരിൽ നിന്നും നമ്മിൽ നിന്നും ഒരു നന്മയായി സ്വീകരിക്കുമാറാകട്ടെ. ചില കേസുകളും ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ തന്നെ നമുക്ക് എപ്പിസോഡായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദ്യങ്ങളിലേക്ക് പോകാം ഇൻഷാ അല്ലാ. യെസ്. ഈ കുട്ടികളോട് ഈ മാതാപിതാക്കൾ വല്യുപ്പയും വല്യുമ്മയൊക്കെ ഉള്ള പെരുമാറ്റം വലിയ മാനസിക വിഷമം അനുഭവിക്കുന്ന പല ആളുകളുണ്ട്. അത് ഇപ്പോൾ കുട്ടികളോട് മാത്രമാവില്ല, ചിലപ്പോൾ ആ ഉപ്പയോടും ഉമ്മയോടൊക്കെ അതേ പെരുമാറ്റങ്ങളുണ്ടാവും. ചില ആളുകളെങ്കിലും ഇതൊരു പരാതിയായും പരിഭവമായും അവരുടെ ഒരു സ്വഭാവ പ്രശ്നമായിട്ടൊക്കെ അവതരിപ്പിക്കാറുണ്ട്. ഉപ്പ അങ്ങനെ ഉമ്മ അങ്ങനെ എന്നൊക്കെ ചിലപ്പോൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ട്. ചില ആളുകൾ ഷെയർ ഒന്നും ചെയ്യില്ല, മനസ്സിൽ അതൊരു വേദനയായി ശരിക്കും കൊണ്ടുനടക്കാറുണ്ട്. ഈ മാതാപിതാക്കളുടെ പ്രശ്നത്തെ ഒരു സ്വഭാവ പ്രശ്നമായി മാത്രം കാണേണ്ടതുണ്ടോ, അതല്ല അത് അവരുടെ പ്രായം, രോഗാവസ്ഥകൾ, അവരുടെ എന്തെങ്കിലും മെൻ്റൽ ഡിസോർഡറുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുമായി ഇതിന് ശരിക്കൊരു വെറുതെ ഉണ്ടാവണമല്ലോ. വെറുതെ ഒരു സ്വഭാവ പ്രശ്നം മനഃപൂർവ്വം വേദനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാവില്ലല്ലോ. വേറെയും പല കാരണങ്ങൾ അതിനുണ്ടാവില്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം CR കഴിഞ്ഞിട്ട് ഒരു കുട്ടി അവൻ്റെ വീട്ടിലെ ഒരു പ്രശ്നം എൻ്റെ അടുത്ത് പറയുണ്ടായി. അവൻ്റെ റിലേഷനിലുള്ള കൂടെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട് ഈ സംസാരം തുടങ്ങുമ്പോൾ തന്നെ. അവൻ്റെ ഉമ്മാനെക്കുറിച്ച് ഉമ്മമ്മ പറഞ്ഞു, ഇവൻ്റെ ഉമ്മ വീട്ടിലെ പലതും മോഷ്ടിക്കുന്നുണ്ട്. ഉമ്മ കുളിക്കാനൊക്കെ കയറുമ്പോൾ ഉമ്മാൻ്റെ ഷെൽഫിൽ നിന്ന് കമ്പി വെച്ച്, താക്കോലിന് പകരം കമ്പി വെച്ച് തുറന്ന് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്ന് പറയണ്ടായി. ആ സ്ത്രീ അത് 100% വിശ്വസിച്ച് പറയണതാണ്. ഇത് 100% ഇല്ലാത്തതാണ്, ഇതൊരു ഡിസോർഡറാണ്. അപ്പോൾ അവന് ഞാൻ വേറെ 2 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. വേറെ ഒരു ആൾ പറയണത്, മരുമകളെക്കുറിച്ച് പറയണത്, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ കയറി വരുന്നുണ്ട്, രാത്രി വാതിൽ തുറക്കുന്നു വരുന്നു പോകുന്നു, ഒരേ രാത്രിന് 2-3 ആളൊക്കെയാണ് വരുന്നത്. എൻ്റെ മോൻ വല്ലാത്ത പരീക്ഷണത്തിലാണ്, അവളൊരു വേശ്യയാണ് എന്നാണ്. അങ്ങനെ എൻ്റെ അമ്മേനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാണ്. അപ്പോൾ ഇതൊരു സാങ്കല്പികമായ ഒരു തരം ഡിസോർഡറാണ്. ഇങ്ങനത്തെ ഒരു തീ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതേപോലെ തന്നെ എനിക്ക് വിഷം തരുന്നുണ്ട് ഭക്ഷണത്തിൽ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, ഇവിടുന്ന് ഭക്ഷണം കഴിക്കില്ല, ഒരു നേരം ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. ഇവരെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വിഷം കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി വിഷം തീർന്നിട്ടുണ്ട്, ഇപ്പോൾ കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര വലിയ ഡിസോർഡറുകളാണ്. അപ്പോൾ ഞാൻ പറയണത് ഇപ്പോൾ ഓർമ്മക്കുറവ്, ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുക, തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയം എടുക്കുക, ഇതൊക്കെ പ്രശ്നങ്ങളായിരിക്കും. ഇപ്പോൾ വീടിൻ്റെ പണി അത് നോക്കാം എന്നറിയും, അവിടെ അങ്ങനെ ഇടും. അപ്പോൾ ഇവർക്ക് വീടിൻ്റെ പണി എടുക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ എല്ലാവരും ഒരു വീട്ടിൽ നിന്നാൽ മതി അറിയും. എന്താ കാര്യം, ഇവർക്കൊരു തരം ഭയം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇവർക്ക് രാത്രി 10 മണിയായ ഉളപ്പാൻ്റെ ഫോൺ വരും. ഇവർക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാതെ ഉറങ്ങിയാൽ ഉറക്കം വരില്ല, മോൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ്. ഇവർക്ക് ഫ്ലൈറ്റിൽ കയറാൻ പേടിയാണ്, ഹജ്ജിന് പോയിട്ടില്ല ഈ സമയം വരെ. അപ്പോൾ പ്രായമാകുമ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, മറന്നുപോകും. സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാകും, അത് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. ചിലത് വാങ്ങി കൊണ്ടുവന്നെടുത്തു എന്ന് വിചാരിച്ചിട്ട്, ഞാനല്ലേ 5 കിലോ പഞ്ചസാര ഇന്നലെ കൊണ്ടുവന്നത്, പിന്നെ വെറുതെ എന്താ ഇവിടെ കാണിക്കണത്, നിങ്ങൾ കുത്തി കലക്കാണ്ട് ചിലവാക്കും, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇവരാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിൻ്റെ ഉള്ളിൽ പരമാവധി ചിലവ് ചുരുക്കി പോണ മരുമോളൊക്കെ ആയിരിക്കും. കുട്ടികളങ്ങനെ വാരി തിന്നുന്നുണ്ടാവും. അപ്പോൾ കുട്ടികളും തീറ്റയും ഒക്കെ ബന്ധിപ്പിച്ച് പറയുമ്പോൾ ഭയങ്കര ഫീൽ ചെയ്യും, മനസ്സിലായില്ലേ? അപ്പോൾ ആ നിലക്ക് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ശാരീരികമായ രോഗങ്ങൾ പലതുണ്ടാവും, സന്ധിവേദനകളുണ്ടാവും, അത് നമുക്ക് കാണൂല, അവർക്ക് ഭയങ്കര പെയിനുകൾ ഉണ്ടാകും.
ഉറങ്ങി എണീക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഈ പെയിനുകളൊക്കെ അവരുടെ ഭാഷയെയും അവരുടെ മുഖഭാവത്തെയും അവരുടെ ശരീരഭാഷയെയും ഒക്കെ ഉണ്ടാവുക നിങ്ങൾ അവിടുന്ന് എന്നൊക്കെ പറയും. ചില ആളുകൾക്ക് ചെറിയ ശബ്ദം കേൾക്കുന്നത് പോലും പ്രശ്നമായിരിക്കും. ഈ ശബ്ദം ഭയങ്കര ഇറിറ്റേഷൻ ആകുന്ന ചില രോഗങ്ങളുണ്ട്. കൊച്ചു ശബ്ദമായിരിക്കും. ഒരു ഗ്ലാസ് വീണ ഒച്ച അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബോംബ് വീണ ഫീലിംഗ് ആയിരിക്കും. അതവരുടെ ശാരീരിക പ്രശ്നങ്ങളാണ്. ഇതേപോലെ ഡയബറ്റിക് ഇഷ്യൂസ് ഉണ്ടാകും. ഷുഗറിൻ്റെ, കൊളസ്ട്രോളിൻ്റെ, പ്രഷറിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ള, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ പെരുമാറ്റത്തിലൊക്കെ ഇത് വരും. അതുപോലെ തന്നെ ഈ പാർക്കിൻസൺസ്, അതേപോലെ ഈ എന്താണ് പറയുക, മറവി രോഗം, ആൾഷിമേഴ്സ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ ഒരു കസേരയിൽ ഒരു ഉമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. 75 വയസ്സ്. ഓരോ ഹസ്ബൻഡ് മുന്നിലിങ്ങനെ ഇരിക്കുകയാണ്, മുന്നിലിങ്ങനെ നോക്കിയിരിക്കുകയാണ്, ചെറിയ കുട്ടനെ പോലെ. ഒരു വേലക്കാരിയെ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരു സെർവൻറ്റിനെ വെച്ചിട്ടുണ്ട്. ആ സെർവൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും നോക്കുന്നുണ്ടോ അവരെ, മനസ്സിലായില്ലേ? ഇപ്പം ശരിക്കും ഒരു തടവറയിലുള്ള ജീവിതമാണ്. ഈ സ്ത്രീ ആണെങ്കിലോ അവർ ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാലത്ത് ദീനീ പ്രവർത്തനവും പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ വനിതകളുടെ വിങ്ങിലും ഒക്കെ ഉണ്ടായി ഓടി നടന്ന് എവിടെ അസുഖം ഉണ്ടെങ്കിലും അവിടെ നിൽക്കാൻ പോയി കൊടുത്ത് അങ്ങനെ എല്ലാവരെയും കാര്യം നോക്കി നടന്നിരുന്ന ഒരാളാണ്. ഇപ്പം മുടിയൊക്കെ ചെറുതാക്കി വെട്ടി. പിന്നെ അവർക്ക് ദീനിൻ്റെ ഒരു ഹുക്കുമും ബാധ്യതയില്ലാത്ത, ഒരു അന്യപുരുഷനുമായി ബന്ധപ്പെട്ട ഒരു ഹുക്കുമും ബാധ്യതയില്ലാത്ത, ഒരു കാര്യം ഓർമ്മയിലില്ലാത്ത ഭയങ്കര തെറികളൊക്കെ പറയാം. തെറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം കാണാത്ത തെറിയ. മൂപ്പരെ കണ്ണൊക്കെ നിറച്ച് പറയാം. ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൾ പറയാത്ത വാക്കുകളാണ് ഇതൊക്കെ. എന്നാൽ ഈ മനുഷ്യൻ ഒരു ചെറിയ കുട്ടിയെപ്പോലെ പരിഗണിക്കുകയാണ്. അപ്പം ആ വീട്ടിലുള്ള പേരക്കുട്ടികൾക്കൊക്കെ ശരിക്കും വലിയ റോളുണ്ട്. അവരൊക്കെ വേറെ വേറെ സ്ഥലത്തൊക്കെയാണ് താമസിക്കുന്നത്. പക്ഷേ അവിടെ ആ വല്യപ്പാൻ്റെ അടുത്ത് പോയി ഇരുന്ന് ആ വല്യപ്പാൻ്റെ ജീവിതവും വിശേഷമൊക്കെ ചോദിച്ചാൽ തന്നെ അയാൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ വിചാരിച്ചത് നമ്മൾ അങ്ങോട്ട് ചെല്ലണ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ്. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ ഇവരങ്ങനെ പറയാണ്. ഇവർക്ക് പറയാൻ പോലും ആരുമില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു ഫോണും കൂടി ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നാണ്. ഒരു ഫോണും അങ്ങനെ സ്ക്രോൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇവരാണെങ്കിൽ പൊതുപ്രവർത്തകനായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, ദീനീ പ്രവർത്തകനായിരുന്നു, പള്ളി കമ്മിറ്റി ആയിരുന്നു. ഒരു നിമിഷമല്ലാതെ ഓടി നടന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹത്തിനും രോഗമാണ്. തല മുതൽ കാല് വരെ ഓരോന്നിനും ഓരോ ഡോക്ടർമാരുടെ അടുത്താണ് പോണത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. അതേപോലെ തന്നെ ഈ വ്യത്യസ്തമായ മൂഡ് സ്വിങ്സ് ഉണ്ടാകും. വ്യത്യസ്തമായ മനോനിലകളുടെ ചേഞ്ച് ആളുകൾക്ക് ഉണ്ടാകും. അതേപോലെ തന്നെ ഒരുപാട് മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടാവും. പല കാര്യങ്ങളും ആലോചിച്ചിട്ടുള്ള വിഷാദരോഗം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരോട് നമ്മൾ കടുപ്പമായി സംസാരിക്കുക, അവരൊരു കാര്യത്തിൽ നിർബന്ധിക്കുക, അവർ പറയുന്ന ചെറിയ കാര്യങ്ങൾക്ക് വലിയ റിയാക്ഷൻ കൊടുക്കുക, പ്രതികരണം കൊടുക്കുക, അവരെ എന്തെങ്കിലുമൊക്കെ സംശയിക്കുക, ഇതൊന്നും ഒരു ഘട്ടത്തിലും ഉണ്ടായിക്കൂടാ. ഒരിക്കലും അത് നമ്മളെ വാപ്പിയമ്മി നമ്മളോട് ഇടുന്ന ഒരു ഒച്ചമാതിരി അല്ല, അത് ഉറപ്പാണ്. ബുദ്ധിയും വിവേകവും പ്രായമൊക്കെ ഉള്ള ഒരാൾ ഇടുന്ന ഒരു ഒച്ചമാതിരി അല്ല. പ്രായമുള്ള മാതാപിതാക്കളൊരു കാര്യം പറയുമ്പോൾ അത് പ്രത്യേകിച്ച് വല്യപ്പയും വല്യമ്മയൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ കുറേ സാഹചര്യങ്ങൾക്കിടയിൽ നിന്നാണ് എന്ത് ചെയ്യണത് അത് വരുന്നത്. അത് ഈ മരുമക്കളും എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. സ്വന്തം അമ്മ പറയുമ്പോൾ ഇല്ലാത്ത ഫീലിംഗ് പ്രായമായ ഭർത്താവിൻ്റെ അമ്മ പറയുമ്പോൾ പൊതുവേ ഉണ്ടാകും. ഇതൊക്കെ എപ്പോഴാണ് മനസ്സിലാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലോണം വൈകി ഇവർക്ക് രോഗമുണ്ട് എന്നൊക്കെ മനസ്സിലായി ഇവർ പെട്ടെന്ന് മരണത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ് പിന്നീട് ഇതൊക്കെ മനസ്സിലാകുക. ഇങ്ങനെ ഉള്ള ആളുകൾക്ക് അടുത്തുള്ള കെയറിങ് ഒന്നും കിട്ടില്ല. ചിലപ്പോൾ അവരെ പുറം പൊട്ടിയിട്ടുണ്ടാകും. മയ്യത്തൊക്കെ കുളിപ്പിക്കുമ്പോഴാണ് കാണുക അവരുടെ ലൈംഗിക ഭാഗത്തോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ ഒക്കെ വലിയ മുറിവുകളുണ്ടാകും. ഈ പ്രത്യേകിച്ച് ഷുഗറൊക്കെ വന്നു കഴിഞ്ഞാൽ മുറിവുകളൊന്നും ഉണങ്ങൂല. പിന്നെ ശരീരത്തിന് തരിപ്പുണ്ടാകും, സന്ധികൾക്ക് പെയിൻ ഉണ്ടാകും, പലയിടത്തും സ്പർശനം തീരെ അറിയില്ല. അപ്പം നമ്മൾ വിരലിൻ്റെ അറ്റത്ത് സ്പർശനം അറിയില്ലെങ്കിലുള്ള അവസ്ഥ എന്താണ്? ഒരു സൂചിൻ്റെ അത്ര സ്പേസിൽ എന്തില്ല, നമുക്ക് സ്പർശനശേഷി ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്? അതുപോലെ ശ്വാസത്തിന് ബുദ്ധിമുട്ടുകളുണ്ടാകും. അവരുടെ രാത്രി വേറെ ആയിരിക്കും. നമ്മൾ രാത്രി ആകില്ല, ഓരോ രാത്രി ഉറങ്ങുന്നുണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മോളെ വീടുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സംഘർഷങ്ങൾ, മോൻ്റെ ജോലി, ഈ ഹസ്ബൻഡിൻ്റെ പ്രശ്നങ്ങൾ, ഇവരുടെ വല്യമ്മാൻ്റെ കൂടെ ഉറങ്ങണ നമ്മളെ വല്യപ്പാൻ്റെ പെരുമാറ്റ പ്രശ്നങ്ങൾ, മൂപ്പരെ നോക്കേണ്ടി വരുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ ആയിരിക്കും ഇവർ പോണത്. ഇതൊന്നും മനസ്സിലാക്കാതെ മക്കളും പേരക്കുട്ടികളൊക്കെ പ്രതികരിക്കണതിലൊക്കെ വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ പ്രായമുള്ള മാതാപിതാക്കളോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ.
ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും പറയില്ല. ചില ആളുകളൊക്കെ പറയും, അനങ്ങാൻ സമ്മതിക്കാതെ അടുത്ത് നിർത്തി. അങ്ങനത്തോരും ഉണ്ട്. അത് മക്കളെ നമ്മൾ ആ നിലക്ക് പരിഗണിക്കാൻ പറ്റണമാരൊക്കെ പരിഗണിക്കേണ്ടതാണ്. എന്നാൽ തിരിച്ച് ഈ രീതിയിൽ ആയിപ്പോണ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളെ ആവശ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഇനി മക്കളോടാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് ഈ പ്രായമുള്ള അമ്മമാരോട് നമുക്ക് പറയാനുള്ളത് എന്താ അറിയോ, പ്രായമുള്ള വാപ്പാനോടാണ്. ഓരോരോ ഹസ്ബൻഡ് തന്നെയാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ മൂപ്പർക്ക് നിങ്ങൾ ഇന്നത് വാങ്ങിത്തരണം, നിങ്ങളത് ചെയ്തു തരണം, നിങ്ങളിത് ചെയ്തു തരണം, നിങ്ങൾ ആശാരിനെ വിളിക്കണം, നിങ്ങൾ പിന്നെ തേങ്ങടിയിക്കണം. ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയുമ്പോൾ അവരുള്ളത് വേറൊരു ലോകത്താണ്. ആ പഴയ മനുഷ്യനല്ല ഇപ്പോൾ. നിങ്ങളെ മക്കളുണ്ട്, ആ മക്കളോട് പറയാം. മക്കളോട് ചിലപ്പോൾ 2, 3, 4 വട്ടമൊക്കെ ഓർമ്മയാക്കേണ്ടി വരും, എന്നാലേ നടക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ മക്കൾക്കും സന്തോഷമായിരിക്കും. അതും കൂടി നമ്മളൊന്ന് പരിഗണിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താറുള്ളത്. ഈ മാതാപിതാക്കളുടെ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കി പ്രതികരിച്ച് അവരെ നല്ല രീതിയിൽ തന്നെ നോക്കി മുന്നോട്ട് പോകുന്ന ധാരാളം മക്കളുണ്ട്. പേരക്കുട്ടികളും തന്നെ ഉപ്പയോട് വിശേഷങ്ങൾ ചോദിച്ചിട്ടും. ഇപ്പോൾ ചില ഉപ്പമാരും ഉമ്മമാരും ഒക്കെ കുട്ടികളോട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ആദ്യമായി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി കൊണ്ടുപോയിട്ട് വല്യുപ്പാക്ക് കൊടുക്കണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആദ്യം പോയി വല്യുപ്പാൻ്റെ അടുത്ത് പറയണം. പെരുന്നാളിൻ്റെ അന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ വല്യുപ്പാൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് എന്ത് ചെയ്യണം, അത്തറ് തേക്കണം. അങ്ങനെ കുറേ ചിട്ടവട്ടങ്ങൾ വീട്ടിലുണ്ടാക്കി വെച്ച, അവരെ പരിഗണിക്കാൻ പ്രത്യേകം സ്പേസുകൾ ഉണ്ടാക്കി വെച്ച വീടുകളുണ്ടാവും. ഇങ്ങനെ പല പരിഗണനകളും നൽകിയാലും മറ്റൊരാളോട് ഈ മകനെ പറ്റിയോ മകളെ പറ്റിയോ ഒക്കെ പോലും നോക്കണില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇല്ലാത്തത് പറയണ കുറേ കുറ്റപ്പെടുത്തലുകളും ദേഷ്യപ്പെടലുകളും മാത്രം ബാക്കിയാകുന്ന ഒരു വിഷമകരമായ സാഹചര്യം അനുഭവിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അത്തരം രക്ഷിതാക്കളോട് എന്താണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്? രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ മക്കള്, പേരക്കുട്ടികള്, മരുമക്കളൊക്കെയാണ് ഉദ്ദേശിച്ചത് അല്ലേ? അതെ. അവിടെ നമുക്ക് ആദ്യവാചകത്ത് പറയാനുള്ളത് ഇതാണ് നിങ്ങളുടെ സ്വർഗം എന്നാണ്. ഇതിൽ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമുക്കൊന്നുകൂടിയും ക്രമപ്പെടുത്തി തന്നെ പറയാം. ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് വേണ്ടത്. ഈ നമ്മളിപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ വല്യപ്പാൻ്റെ ഈ വല്യമ്മാൻ്റെ, അല്ലെങ്കിൽ ഈ അമ്മോഷൻ്റെ ഈ അമ്മായിമാൻ്റെ, അല്ലെങ്കിൽ ഈ വാപ്പാൻ്റെ ഈ ഇമ്മാൻ്റെ ഈ റെസ്പോൺസ് ഏത് കാറ്റഗറിയാണ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മരുമോളെ ബെഡ്റൂമിൽ ആൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് അതൊരു അസുഖമാണ്, അതൊരു ഡിസോർഡറാണ്, അതിന് മരുന്നില്ല. അതല്ലെങ്കിൽ വെറുതെ ദ്രോഹിക്കും, അടിക്കും, ചാവട്ടും, അങ്ങനെയൊക്കെ ചെയ്യും. ഒരു നാർസിസ്റ്റ് ഡിസോർഡറുള്ളൊരു വ്യക്തി, അയാളൊരു ഡോമിനേഷനായിരിക്കും. അയാളിങ്ങനെ ഒരു വലിയ ആളായിട്ട് നിന്നിട്ട് വേറെ ആരും ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത രൂപമായിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ പൈസ ചിലവാക്കാനുള്ള മടി, ചികിത്സിക്കാനുള്ള മടി, ഇതൊരു ഡിസോർഡറല്ല, മറിച്ച് അത് അയാളുടെ ഒരു പ്രശ്നമാണ്, അയാളൊരു പിശുക്കനായതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇത് ഏത് തരം സംഭവമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. ഇതേത് കാറ്റഗറിയാണെന്നുള്ളത് കൃത്യമായിട്ട് ചിലപ്പോൾ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടാവും. അതായത് ചില മരുമക്കളൊക്കെ ഭയങ്കര സോപ്പിംഗ് ആയിരിക്കും, ചില മക്കളും അങ്ങനെ ആയിരിക്കും. ചില ആളുകൾക്ക് ഇതൊന്നും അറിയില്ല, ഒരു ഭയങ്കര ഇൻട്രോവർട്ടായിരിക്കും. ചിലപ്പോൾ ഇവർ കല്യാണം കഴിച്ച് വന്ന ആദ്യഘട്ടത്തിലൊക്കെ ഉള്ള ചില ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒറ്റ ഉദാഹരണം പറയാം. അഭിനയിക്കുകയാണ്, ഓൾക്ക് അങ്ങനെ ഒരു അസുഖമൊന്നുമില്ല. ഭയങ്കര മെൻസസ് പീരീഡിൽ ഭയങ്കര അടിവയർ വേദനയും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് അങ്ങനെ സങ്കടപ്പെടുന്ന കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിനോട് പറയണൊരു ഡയലോഗാണിത്. അത് ആ ഉമ്മ പറയണത് എന്തുകൊണ്ടാണ്? അവർക്കും ഉണ്ട് മെൻസസ്, ഉണ്ടായൊരു കാലം ഉണ്ടാവും, ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഉമ്മക്ക് അറിയാത്തൊരു കാര്യം എന്താണ്, എല്ലാവരുടെയും മെൻസസും പീരീഡിൻ്റെ ടൈമും ഒന്നും ഒരേപോലെ അല്ല. അത് അമ്മക്ക് അറിയിട്ടാണ്. പക്ഷേ ഈ പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇതേപോലെ പഠിക്കാൻ പോണൊരു കുട്ടി, ആ പഠിക്കാൻ പോണൊരു കുട്ടീൻ്റെ റൂമിൽ കയറി ചെന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ജോ ഉറങ്ങൊന്നും അല്ലല്ലേ? അപ്പോൾ ഈ ഉമ്മ വിചാരിക്കണം എന്താണ്, ഓൾ ഇവിടുന്ന് പണിയെടുക്കാതിരിക്കാൻ വേണ്ടി കള്ളത്തരത്തിൽ പോയി എന്ത് ചെയ്യാണ്, ഇതാക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അതിനെന്തുണ്ടാവും, വേറെ ഏതെങ്കിലുമൊക്കെ ഒരു അമ്മായിമ്മ പറഞ്ഞൊരു എക്സ്പീരിയൻസിൻ്റെ ഞാൻ മരുമോൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി കടന്നുറങ്ങലാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അത് ഈ കുട്ടീൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഈ കുട്ടിക്ക് അതൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ചില മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തും. ആ നിലക്ക് പോവാതെ നമ്മൾ ഇതിനൊന്ന് കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് മനസ്സിലാക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അങ്ങനെ ഒരു ആശ്വാസം നമുക്ക് വരും. അതിതുകൊണ്ടാണ്, അതുകൊണ്ടാണ് എന്നുള്ളൊരു കൃത്യമായൊരു ആശ്വാസം വരും. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും
ഭാര്യയും ഭർത്താവും തമ്മിൽ പൂർണ്ണമായി ചർച്ച ചെയ്യണം. ഭർത്താവ് ശാന്തമായി കേൾക്കണം. അനക്ക് ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തിനും ജപ്പാനും മാനും കുറ്റം പറയല, മുണ്ടാതെ അവിടെ ഇരുന്നോ എന്നൊക്കെ പറയും. അത് ശരിയല്ല. ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നിരന്തരം കുറ്റപ്പെടുത്തലും നിരന്തരം വിമർശിക്കലും നിരന്തരം ഇങ്ങനെ തോണ്ടലും മാന്തലും ആവുമ്പോൾ ശരിക്കും നേരിട്ടുള്ള വർത്തമാനത്തെക്കാളും വലിയ ബുദ്ധിമുട്ടാണല്ലോ ശരിക്കും എന്താ പറയുക, ചൂണ്ടിക്കാട്ടി സൂചിപ്പിച്ച് ഇങ്ങനെ പറയാം. അപ്പോൾ മരുമോളിങ്ങനെ വീട്ടിൽ പോകാൻ ഒരുങ്ങുമ്പോൾ ഉമ്മ ഇങ്ങനെ പറയണെന്ത്, നമ്മളെ അടക്കപ്പോൾ പറിച്ചാനായി. ഇതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഒരുപാട് പണിയുണ്ടിച്ച് പോകണ്ടെന്നാണ്. അല്ലെങ്കിൽ ഒരു യാത്രക്ക് ഒരുങ്ങുമ്പോൾ കഴിഞ്ഞ ആഴ്ചപ്പോൾ കറണ്ടിൻ്റെ ബില്ല് നമുക്ക് അടക്കാൻ വൈകി, ഇങ്ങനെയൊക്കെ പറയണ ചില ആളുകളുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഒരു ഡിസോർഡർ മാത്രമൊന്നുമല്ല, അത് ഒരു തരം ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഭർത്താവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവർക്ക് പറ്റണം. മക്കൾക്കും വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റണം. അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടാക്കിയിടുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അപ്പോൾ ഓരോന്ന് കാറ്റഗറൈസ് ചെയ്ത് അത് ഇന്ന കാരണം കൊണ്ടാണ് പറയണത്. നമ്മളിപ്പോൾ ഇവിടുന്നൊരു യാത്ര പോണതിന് ഓർക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, എൻ്റെ അടുത്ത് പൈസ അല്ല എന്ന ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ പറയണം, അവർ പറഞ്ഞോട്ടെ, അതിന് കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യുക. അപ്പോൾ അത് നമ്മളേറ്റവും ചുരുങ്ങിയ ചിലവിലാണ് നമ്മളെ യാത്ര നടന്നത് എന്നുള്ളത് അവിടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് ഇൻഡയറക്റ്റായിട്ട് ബോധ്യപ്പെടുത്തിയാൽ മതി. നേരെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്നാലും ഇപ്പോൾ നമ്മൾ അന്ന് ഊട്ടിക്ക് പോയിട്ട് നമുക്കിപ്പോൾ എത്ര ഇവിടുന്ന് 2000 റുപ്യേൻ്റെ എണ്ണ അടിച്ചു. പിന്നെ അവിടെ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണല്ലോ താമസിച്ചത്. പക്ഷെ നമുക്ക് ആ ഒരു 2500-3000 റുപ്യ നമുക്ക് ചിലവായത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബാക്കിയുള്ള ചിലവ് കണക്കൂട്ടേണ്ട വെച്ചാൽ മതിയല്ലോ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഇത് വാപ്പിയമ്മ ആയതുകൊണ്ട് വലാ തക്കുല്ലഹുമ ഉഫിൻ എന്നുള്ളതൊരു അസ്ലാണ്, അവരോട് നിൽക്കേണ്ട ഒരു രീതി. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തി തന്നെ പോകുക വേണ്ട, അല്ലാതെ ഓരോട് യുദ്ധം പ്രഖ്യാപിക്കല്ല വേണ്ടത്. അതാണ് മൂന്നാമത്തെ ഒരു കാര്യം, റിയാക്ഷനുകളെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. ലൈസ ഷദീദു ബിസുറ ഇന്നമ ഷദീദുല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. എന്തെങ്കിലും ഉണ്ടായാൽ അപ്പം അതിന് മറുപടി പറയാൻ പോകേണ്ടതില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ആദ്യത്തെ ഒരു ബേസ്മെൻ്റാണ് പറയണത്. ആദ്യത്തെ 5 സെക്കൻഡ് ഒരു കാര്യത്തിന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ 50% പ്രശ്നം തീരുന്നതാണ്. എന്താ ഇപ്പോൾ ഈ കുട്ടികളോട് കാട്ടിച്ചത്, ആകെ കൂടെ വാരി വലിച്ചിട്ടുകയാണല്ലോ എന്നൊരു ഡയലോഗ് വന്നു കഴിഞ്ഞാൽ മരുമോള് ആ ഡയലോഗ് ചുണ്ടുന്ന അവസാനിക്കുന്നതിൻ്റെ മുമ്പ് എന്താ ആ കുട്ടികളല്ലേ എന്നായിരിക്കും പ്രതികരണം വരിക. നേരെ മറിച്ച് 5 സെക്കൻഡ് കഴിയുമ്പോഴത്തിന് കുറച്ചുകൂടി ശാന്തരുണ്ട്, ആ കുട്ടികളല്ലേ ഞാൻ എടുത്തുവച്ചോളാം. തീരെ മിണ്ടിയിട്ടില്ലെങ്കിലോ ഉമ്മ ഒച്ചട്ടോടുകൂടെ കുറച്ച് കഴിഞ്ഞ് മരുമോളെ എടുത്ത് വെക്കുമ്പോൾ എന്തൊക്കെയാണെങ്കിലും ഓള് ഞാൻ പറഞ്ഞ കേൾക്കും. ഓളെ തൊള്ളിയിൽ നിന്ന് ഇന്നേ വരെ ഒരു സാധനം എന്ത് ചെയ്തിട്ടില്ല, പുറത്തേക്ക് ചാടിയിട്ടില്ല എന്നുള്ള മൈൻഡ് സെറ്റായിരിക്കും പൊതുവേ വരിക. മൗനം നല്ലൊരു വഴിയാണ് എന്നത് നമുക്ക് ഇതിൽ കൂട്ടി പറയാം. പിന്നെ നല്ല സമയം നോക്കിയിട്ടുള്ള സംഭാഷണങ്ങൾ നല്ലൊരു ഐഡിയ ആണത്. നമുക്ക് അങ്ങനെ ഈ കുട്ടികളെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ നമ്മളിങ്ങനെ ആയാലും എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിക്കാൻ പറ്റിയ പല ആളുകളുണ്ട്. ഞാനങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. അത് ആ രീതിയിൽ ആകുമ്പം അവരങ്ങനെ തന്നെ എടുക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും കുറേ കാര്യം നമുക്ക് പറയാനുണ്ട്. നമുക്കൊരു കാര്യം ഇതിൽ പറയാനുള്ളത് മുതിർന്ന ആളുകളോട് തന്നെയാണ്. ഞങ്ങൾ ഇവിടെ സംസാരിച്ചത് പിന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തുക എന്നുള്ള നിലക്കാണെന്ന് ഒരിക്കലും ധരിക്കരുത്. ഒരുപാട് പ്രായമുള്ള ആളുകൾ നമ്മളെ പരിപാടികൾ വീക്ഷിക്കാറുണ്ട്. അവർക്ക് തോന്നി കഴിഞ്ഞിപ്പോൾ നമ്മളെന്തെങ്കിലും പറഞ്ഞതിലെന്തെങ്കിലും പ്രശ്നമോ ശരിയല്ലായ്മ തോന്നിയിട്ടുണ്ടെങ്കിൽ എടാ അബ്ദുറഹ്മാനെ, എടാ താജോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പറയാം. മുമ്പൊരിക്കൽ എൻ്റെ അടുത്ത് അങ്ങനെ മരുമോളെ കുറിച്ച് ഇങ്ങനെ പറയും, അമ്മായിമാനെ കുറിച്ച് ഒന്നും പറയില്ലല്ലേ എന്ന് വെച്ച് മുമ്പൊരിക്കൊരു ഉമ്മ എന്ന് പറഞ്ഞ പോലെ ആണ് നമുക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാറുള്ളത്. ഓക്കെ, എന്തായാലും ശ്രോതാക്കൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കായി അയക്കാം. പീസ് റേഡിയോയുടെ നമ്പറിൽ നിങ്ങൾക്ക് വോയിസായോ ടെക്സ്റ്റായോ ഇതിലേക്കുള്ള സജഷൻസ്, നിർദ്ദേശങ്ങൾ പറയാം, വിമർശനങ്ങൾ പറയാം. എന്തായാലും നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ തുടർച്ചയായ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.